1 2 3 4 5 6 ഇങ്ങനെ എണ്ണിയാൽ ഒത്തിരി സമയമെടുക്കും. പെട്ടെന്നങ്ങ് പറയാം. 12 13. ബീഹാറിൽ 13ാമത്തെ പാലം കഴിഞ്ഞ ദിവസം തകർന്നു വീണു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഈ രാജ്യത്ത് തകർന്നു വീഴുന്ന 13ാമത്തെ പാലമാണ് സഹർഷ് എന്ന് പറയുന്ന ജില്ലയിൽ തകർന്നു വീണ ഈ പാലം. ജില്ലാ കളക്ടർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ഒരു ചെറിയ വീഴ്ചയോ തകർച്ചയോ ഒക്കെ ആകാം. ഏതായാലും ഉദ്യോഗസ്ഥരെല്ലാവരും അങ്ങോട്ട് കുതിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടുമ്പോൾ അറിയിക്കാം എന്നാണ് പറയുന്നത്. ഇത് 2005 2007 മറ്റോ പണി തുടങ്ങിയ പാലമാണത്രേ. ഈ പാലത്തിൻ്റെ മഴയും മറ്റുള്ള കാരണങ്ങൾ മൂലമാണ് ഇത് തകർന്നതെന്ന് പതിവ് പോലെ ഉദ്യോഗസ്ഥർ പറയുന്നു. പക്ഷേ ജനങ്ങൾക്ക് പറയാനുള്ളത് വ്യത്യസ്തമായ അഭിപ്രായമാണ്. അതായത് തുടർച്ചയായ പാലം തകർച്ച ഈ നിർമ്മാണ കമ്പനികളും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ ബോണ്ടും ഒക്കെ ചേരുന്ന വലിയ കുംഭകോണമാണ്. വൻ തുകയ്ക്ക് പാലങ്ങൾ എടുക്കാൻ വേണ്ടി സർട്ടിഫൈ ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങൾ അവരെടുക്കുന്ന ടെൻഡറുകളിലൂടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനവും അഴിമതിപ്പണമായി വിനിയോഗിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ബാക്കി മാത്രമാണ് ഈ പണികൾക്കായി വിനിയോഗിക്കുന്നത്. ഇതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരെയും ഇത് ചെയ്യേണ്ടവരെയും ഒക്കെ കൂടി ഇങ്ങി വിലക്കെടുത്താൽ പിന്നെ യാതൊരു വിധമായ നഷ്ടവും ഈ പറയുന്ന സംഗതികളിൽ വരാതിരിക്കാൻ വേണ്ടി മണ്ണോ ചെളിയോ ഒക്കെ വാരിയിട്ടാവും കെട്ടിയിട്ടുണ്ടാവുക. ആ കെട്ടിയിടുന്നതൊക്കെയും ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കും. അങ്ങനെയാണ് 2 വർഷത്തിനിടയിൽ 13ാമത്തെ പാലം കൂടി തകർന്നു വീണത്. വലിയ ആശ്ചര്യങ്ങളില്ല, ചർച്ചകളില്ല, CBI എൻക്വയറി ഇല്ല, ED റെയ്ഡില്ല, ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതെന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ നന്നായി അറിയാവുന്നതുകൊണ്ടും അവരൊന്നും തൽക്കാലം എതിരാളികളല്ലാത്തതുകൊണ്ട് അവരെ ഒന്നും ലക്ഷ്യം വെക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ടും അടുത്ത പാലം വീഴുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. വേഗം 15ലേക്കും 20ലേക്കുമൊക്കെ എത്തിപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്.